നമസ്കാരം. ഞാൻ സുദർശനൻ കൊല്ലം. ഇന്നൊരു മുഖ്യ കാര്യം എല്ലാവരുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഇന്നൊരു വോയിസ് മെസ്സേജ് ഇടുന്നത്. കാരണം ലോക ജനത മുഴുവനും അറിയേണ്ടതും പ്രത്യേകിച്ച് ഭാരതത്തിലുള്ള സകലമാനം ഭാരതീയരും കേൾക്കേണ്ടതും അറിയേണ്ടതുമായ മഹത്തരമായൊരു കാര്യമാണ്. നമ്മുടെ ലോകത്തിൻ്റെ എല്ലാവരുടെയും ഒരു മുകളിലെത്തി വലിയൊരാളാവണം എന്ന് തുനിഞ്ഞ് ഇറങ്ങിയ ഒരു രാജ്യമുണ്ട്. ഇന്ത്യയെ എപ്പോഴും തലവേദനപ്പെടുത്തി ഇന്ത്യയെ ആരെല്ലാം കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയെ വിഷമിപ്പിക്കാം, ബിസിനസ് പരമായിട്ടാണെങ്കിലും നമ്മുടെ സാംസ്കാരിക എല്ലാ അർത്ഥത്തിലും അവർ വളരെയേറെ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന. അവർ കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ വന്ന് പല ബിസിനസ്സുകളും ചെയ്ത് മുന്നോട്ട് പോയവരാണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിവുള്ളതുമാണ്. ഇന്ത്യയെ പോലുള്ളൊരു മഹാരാജ്യത്ത്, ഇത്രയും വലിയ ഒരു ശക്തമായ ഒരു ജനാധിപത്യ രാജ്യത്ത്, ലോകത്തെവിടെയും ഇല്ലാത്തൊരു ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാവിധ ഗുണങ്ങളും നിറഞ്ഞ ഒരു രാജ്യമാണ് ഭാരതം. അതൊരു നിധി പേടകം തന്നെയാണ് ഭാരതം. ആ ഭാരതത്തിനെ അവർ തൊട്ടറിയാൻ എത്ര ശ്രമിച്ചിട്ടും അവർ കഴിയുന്നതുമില്ല. കാലങ്ങൾക്ക് മുമ്പേ നിങ്ങളെല്ലാവരും മനസ്സിലാവണം, നമ്മുടെ ഭാരതത്തിൽ ഏതൊരു പൗരനും സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. ആരെയും വിമർശിക്കാം, പക്ഷെ അത് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആവണമെന്ന് മാത്രം. എല്ലാവരോടും നല്ല മതസൗഹാർദ്ദമായി സന്തോഷമായിട്ട് പോകുന്ന ഒരു രാജ്യത്ത് ആ അശാന്തി പരത്താൻ, അതിനകത്ത് മതങ്ങളെ തമ്മിൽ തല്ലി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പേ ഇവരൊരു 10-70 കൊല്ലത്തിന് ഇങ്ങോട്ടുള്ളൊരു ഇവിടെ ഈ ഭാരതത്തിലുണ്ടായ അസുഖങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും എല്ലാവരും ഒന്ന് ചിന്തിക്കണം. കാരണം അത് എവിടുന്ന് അതിൻ്റെ ഉൽപ്പത്തി എന്നുള്ളത്. കാരണം ഈ ഒരു കാരണവശാലും ഞാൻ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാരണവശാലും മെഡിസിൻ എന്നുള്ളൊരു വസ്തു ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യരുതും, ഉള്ളിൽ കഴിക്കുന്ന യാതൊരുവിധ വസ്തുക്കളും അത് ഇവിടെ ഇറക്കുമതി ചെയ്യരുതും. മാത്രമല്ല, ഇവരുടെ ചെയ്തു വിടുന്ന വസ്തുക്കൾക്ക് ഉള്ളിൽ ഇവര് വളരെ ചിപ്പുകൾ പലതിലും നമ്മൾ പോലും അറിയാത്തതിനകത്ത് ചിപ്പ് വെച്ച് ഇവർ വിടാറുണ്ടെന്നുള്ള കാര്യം സത്യമായ കാര്യങ്ങളാണ്. രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്താൻ വിദഗ്ധരാണ് അവർ. ഒന്ന് മനസ്സിലാക്കണം, ഇത്രയും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിനെ വെല്ലുവിളിക്കാൻ വേണ്ടി അവർ ഒന്നുമല്ല. കാരണം അവർ ജനത കൊണ്ട് വലുതായിരിക്കാം, എല്ലാം കൊണ്ടും വലുതായിരിക്കാം, പക്ഷേ ഒന്നിനും അവർ നിർമ്മിക്കുന്നതും ചെയ്യുന്നതിനൊന്നും വലിയ ആയുസില്ലെന്നുള്ളൊരു സത്യം നമ്മളിവിടെ അറിയണം. കാരണം ആ രാജ്യത്ത് ജനാധിപത്യമില്ല, അവിടെ പത്രസ്വാതന്ത്ര്യമില്ല, അവിടെ ഒരു ഹിന്ദുവിനോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ഒന്നും വലിയൊരു സ്ഥാനമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഓരോ ക്രിസ്ത്യാനികളും മുസ്ലിമും ഹിന്ദുക്കളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങളായിട്ട് ജീവിച്ചു കഴിഞ്ഞ ഇവിടെ യാതൊരുവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ല എന്നുള്ളത് ലോകത്തിനറിയാം. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഭാരതത്തിൽ ഒന്ന് വസിക്കണമെന്നും ഇവിടെ ഇനി അങ്ങോട്ട് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. ആ സ്ഥാനത്ത് നമ്മളുടെ ഇവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ അശാന്തിയാണെന്നാണ് പറയുന്നത്. ചൈനയിൽ നിങ്ങൾ ചിന്തിക്കണം, ചൈനയിലോട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്ക്. അവിടെ നടക്കുന്ന പ്രശ്നം എന്തെങ്കിലും അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ? ഒരു പൗരന് പത്രസ്വാതന്ത്ര്യം ഉണ്ടോ? ഏതെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടോ? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഇത് പറയാനുള്ള കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരുന്നു, ഈ ഭാരതത്തിനോട് ചൈന കാണിക്കുന്ന ക്രൂരതയും അവർ ഒളിഞ്ഞും മറിഞ്ഞും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചൈനയിൽ ഒരു കാലത്ത് ഒരു വൻ വിപ്ലവം സൃഷ്ടിക്കപ്പെടും. അവിടുത്തെ ഭരണകർത്താക്കൾ അവിടെ പേടിച്ച് ഭയം നമ്പരക്കും. അവിടെ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു ശവപ്പറമ്പായി ചൈന മാറുമെന്ന് ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മളുടെ നാട്ടിൽ ഈ ലോകത്തിനെ മൊത്തം കൊന്നൊടുക്കാൻ ഉണ്ടായ കാരണം എന്താണ്? ഒരുപാട് കൊന്നൊടുക്കി ഇല്ലേ, ഒരു കൊറോണ എന്ന് പറഞ്ഞൊരു പേരിൽ. അതിൻ്റെ ഉൽപ്പത്തി എവിടാണ്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ലോക ജനതകൾ ഒന്നടങ്കം ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ട്, നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണെന്നും പറഞ്ഞ് നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ശരിയല്ല. ചിന്തിക്കണം. അവർ നിർമ്മിച്ചു വിടുന്ന വസ്തുക്കൾക്ക് എത്ര ചിപ്പ് വെക്കുന്നുണ്ടെന്നും എന്താണ് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നതെന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടുന്ന സമയങ്ങൾ അതിക്രമിച്ചിരിക്കുകയാണ്. അവിടെ നടക്കുന്നത് എന്താണ്? വളരെ നീചത്തിലും ദുഷ്ടത്തിലും നിറഞ്ഞ കാര്യങ്ങളില്ല. അവിടുത്തെ പൗരന്മാർക്ക് ഏതെങ്കിലും ഒരു പൗരന് അവിടെ സ്വാതന്ത്ര്യമുണ്ടോ? സുഖസ്വസ്ഥതയുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഒരു കാലത്ത് ഒരു നാൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടത്, ഒരു നാൾ തേജസ്വിയായ അതിശക്തനായ ഒരു നേതാവ് അവിടെ ഉദയം കൊള്ളും. ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യ. ഒരു പിതാവിന്റെ വിയോഗത്തോടു കൂടി ഒരു മാതാവിനുണ്ടായ വേദനയുടെ പുറത്താണ് ആ മകനെ അവര് സകല കാര്യങ്ങളും പഠിപ്പിച്ചവരെ ഊർജ്ജസ്ഥരായിക്കൊണ്ടിരിക്കുകയാണ്, മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മകനായിരിക്കും അവിടെ ഇതിനെല്ലാം ഒരു അറുതി വരുത്താനും പോകുന്നത്. അല്ലേ? കണ്ടോ? ഉറപ്പാണ് അവിടെ സംഭവിക്കും അത്. കാരണം ഇല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു തരത്തിലുള്ളൊരു ഒരാളാണ് ആയിരിക്കും അവിടെ
ശക്തമായി വരാൻ പോകുന്നത്. ലോകത്തെ അങ്ങനെ വന്നാൽ അവിടെ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റാൻ വളരെ ഗൗരവമായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിയില്ല. അവർ യാതൊരു എന്ന് ചിന്തിച്ചു നോക്കില്ല. നമ്മുടെ ഭാരതത്തിൽ എന്തെല്ലാം സുഖങ്ങളാണെന്നുള്ളത്, രാജ്യത്ത് എന്തെല്ലാം മെച്ചപ്പെട്ട ജീവിത രീതിയാണ്. നമുക്ക് എന്തും തിരഞ്ഞെടുക്കാം, നമുക്ക് മെച്ചപ്പെട്ട രീതി തിരഞ്ഞെടുക്കാം, എത്ര വേണമെങ്കിലും ധനം നമുക്ക് സമ്പാദിക്കാം. ചൈനയിൽ ഇത് പറ്റുമോ? ചിന്തിക്കണം. അവിടെ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർ മൊബൈൽ നിർമ്മിക്കുന്നു. പക്ഷെ ആ മൊബൈൽ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അവരൊരു കാര്യം കാണണം, അതിനകത്തുള്ള യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ സർക്കാർ വിചാരിക്കണം. അവിടെ നിന്നൊരു വാർത്ത പുറത്തു വരണമെങ്കിൽ അവരുടെ തലപ്പത്തുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു വിങ്ങുണ്ട്, അവരത് സെൻസർ ചെയ്ത് പുറത്തു വിടുന്നു. നമ്മുടെ ഭാരതത്തിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ ഭാരതത്തിനെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അയൽപക്കത്ത് നടക്കുന്ന അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ വേണം നമ്മുടെ ഭാരതത്തിന് ഊർജം പകർന്നു കൊടുക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ വിമർശിക്കാം, ആവശ്യങ്ങൾ അറിഞ്ഞ് വിമർശിക്കാം. നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും തരത്തിൽ നമ്മൾ വ്യക്തിപരമായിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അശാന്തി ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു കുടുംബത്തിനൊരു അശാന്തി ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഈ രാജ്യത്ത് നിന്ന് കിട്ടാതുണ്ടോ? അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് നിരസിച്ചിട്ടുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കണം. എന്താണ് നമുക്കൊരു കുറവെന്നുള്ളത്? രാജ്യം ഭരിക്കുന്നത് കഴിവുള്ള ഏതൊരു വ്യക്തിയാണെങ്കിൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓരോ രാജ്യത്ത് നിങ്ങൾ കണ്ടു നോക്കണം. രാജ്യത്ത് നടക്കുന്ന ആ ഓരോ തലപ്പത്തിരിക്കുന്നവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വന്ദേമാതരം ചെല്ലുമ്പോൾ അതിനെ ഈർച്ചയോട് കാണിക്കുകയും അങ്ങനെയൊന്നുമല്ല. ഓരോ രാജ്യത്ത് ചെന്ന് അവിടെ ദേശീയഗാനം പാടുമ്പോൾ അവരെ നോക്കണം, കണ്ടുപഠിക്കേണ്ടതാണ്, കണ്ട് മനസ്സിലാക്കേണ്ടുന്നതാ. അതറിയോ? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളുണ്ട്. ആരെയും കുറ്റപ്പെടുത്തിയാൽ, പ്രയാസപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ വേദനിപ്പിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. ചിന്തിക്കണം. വന്ദേമാതരം എന്നുള്ള ആ ഒരു ഭക്തിഗാനം അല്ലെങ്കിൽ ആ ഒരു ദേശത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്, ഓരോ പൗരനും വേണ്ടിയാണ്. അവിടെ ഹിന്ദു എന്ന ക്രിസ്ത്യാനി മുസ്ലിം ഒന്നും കലർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ഭാരതീയനും വേണ്ടിയാണ് ആ ഒരു ഗാനം ആലപിക്കുന്നത്. എല്ലാവരുടെ നന്മയ്ക്കാണ്. തലമുറകൾക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കണം. നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ പകർന്നു കൊടുത്ത് ഇവിടെ അശാന്തി ഉണ്ടാക്കുകയല്ല വേണ്ടുന്നത്. സ്വാതന്ത്ര്യമാണ്, ഊർജ്ജമാണ് വേണ്ടുന്നത്. അത് മനസ്സിലാക്കുക. എല്ലാവരും ശാന്തിയും സമാധാനമായിട്ട് നിങ്ങൾ ജീവിക്കുക. നമ്മൾ അയൽപക്കമായ നമ്മൾ ചൈന, അവിടെ നടക്കുന്ന ക്രൂരതകൾ, അവിടെ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവിടെ നടക്കുന്ന പൗരന്മാരോട് കാണിക്കുന്ന അശാന്തികൾ, അവർക്കുണ്ടാക്കി കൊടുക്കുന്ന വിഷമങ്ങൾ, അവർക്ക് എന്തുണ്ട് സ്വാതന്ത്ര്യം? അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ നമുക്ക് സ്വർഗമല്ലേ? ഇതല്ലേ സ്വർഗം? ഇതല്ലേ യഥാർത്ഥ സ്വർഗം? അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിസ്സാരമല്ലെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയുക. അത് ചൈനയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഭയാനകമാണ്. ഇവിടെയുള്ള ഓരോ വ്യക്തികൾ, ഇവിടെ മതത്തെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നവരും അതിനെ ചൊല്ലി കലഹിക്കുന്നവരും ചിന്തിക്കേണ്ടുന്ന അല്ലെങ്കിൽ കണ്ടു പഠിക്കേണ്ടുന്നതായ ഒരുപാട് കാര്യങ്ങൾ ചൈനയിൽ നിന്ന് പഠിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല മനസ്സും ശാന്തി ഉണ്ടാവട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.